ഹലോ ഡിയർ വൺസ്, വെൽക്കം ടു എക്സാം പോയിന്റ്. അപ്പം നമ്മൾ കാണുന്ന കാഴ്ചകൾ എല്ലാം നമുക്ക് അതിമനോഹരമായി തോന്നാറില്ലേ? നമ്മൾ പല സ്ഥലങ്ങളും പുതിയതായിട്ട് കാണാനും കേൾക്കാനും അവിടെ എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ കൂടുതൽ അറിയാനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ പോവാറുണ്ട്. അപ്പോൾ യാത്രകളൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ കാഴ്ചകൾ നമ്മൾ കാണുന്നത് ഓരോ സ്ഥലത്തിൻ്റെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു എയറോപ്ലെയിൻ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വീടൊക്കെ കാണുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയോ? ഭയങ്കര പൊട്ടുപോലെ ചെറുതായിട്ട് കാണും. നമുക്ക് കുറേ പച്ചപ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഇല്ലേ? അപ്പം നമ്മൾ ഏത് സ്ഥാനത്ത് നിന്ന് കാണുന്നു? ഇപ്പോൾ ബസ്സിൽ പോകുമ്പോൾ കാഴ്ച കാണാറില്ലേ? ഓട്ടോയിൽ പോകുമ്പോൾ, ബൈക്കിൽ പോകുമ്പോൾ, കാറിൽ പോകുമ്പോൾ, അങ്ങനെ പല പല സാധനങ്ങൾ നമ്മൾ ട്രാവൽ ചെയ്യണ ആ ഏതാണോ വണ്ടി അതനുസരിച്ചിട്ട് നമ്മുടെ കാഴ്ചകൾക്കും വ്യത്യാസങ്ങൾ വന്നിരിക്കും. എന്ന് വെച്ചാൽ കാണുന്ന കാര്യങ്ങളല്ല, ചിലപ്പോൾ ആ സ്പീഡിൽ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്ലോയിൽ പോകുന്നതായിരിക്കാം. ഇപ്പോൾ സൈക്കിളിൽ പോകുന്നതും നടന്നു പോകുന്നതും. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് ബീച്ചിൽ പോയി എന്ന് വിചാരിക്കാം. നമ്മൾ ബീച്ചിൽ പോയി ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ കുറവായിരിക്കും. കാരണം നമ്മൾ ഫ്രണ്ട്സായിട്ടാണ് പോയിരിക്കുന്നത്. നമ്മൾ അവരോട് സംസാരിക്കുന്നുണ്ടാവും. ഇടയ്ക്ക് വല്ലപ്പോഴും ആയിരിക്കും ബീച്ചിലോട്ടൊക്കെ ഒന്ന് കണ്ണുപിടിക്കാം. ഒറ്റയ്ക്കൊന്ന് പോയിരുന്ന് നോക്കിയിട്ടുണ്ടോ? ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ കാഴ്ചകൾ കുറച്ചും കൂടി നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന ഒരു ഫീല് നമുക്ക് വരും. അതേപോലെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ പോം അല്ല, പോയം അല്ല, പോമാണ്. അപ്പോൾ അതെന്താണ്? ദാറ്റ് ഇസ് ഫ്രം എ റെയിൽവേ കാരേജ്. എന്താണ്? റെയിൽവേ വണ്ടി എന്നാണ് റെയിൽവേ കാരേജ്. റെയിൽവേ വണ്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ട്രെയിൻ. അപ്പോൾ ഈ കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മുടെ ഓഥർ കാണുന്നത് എവിടെ നിന്നാണെന്നറിയോ? ട്രെയിനിൽ നിന്നാണ്. അപ്പോൾ ട്രെയിനിൽ നിന്ന് പോകുമ്പോൾ, ട്രെയിനിൽ കൂടി പോകുമ്പോഴുള്ള കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല പല സ്ഥലങ്ങൾ കവർ ചെയ്യും ട്രെയിൻ, അല്ലേ? നമ്മൾ അതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസിന് ട്രെയിനാണ് ഉപയോഗിക്കുന്നത്. ഒരു ദൂരയാത്ര പോകാനും ഒക്കെ ട്രെയിൻ. ഇപ്പോൾ അടുത്ത് വരെ എന്ന് വെച്ചാൽ ഇപ്പോൾ തൃശ്ശൂർ വരെ പോകുകയാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ട്രെയിൻ ഉപയോഗിക്കും, അല്ലേ? പെട്ടെന്ന് എത്താൻ വേണ്ടി, പൈസ കുറവാണ്, അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ട്രെയിനിൽ പോകുന്നതിൻ്റെ. അപ്പോൾ ആ ട്രെയിനിൽ കൂടി പോകുമ്പോഴുള്ള കാഴ്ചകൾക്കുള്ള വ്യത്യാസം എന്തായിരിക്കും? നമുക്ക് ഈ പാഠം നോക്കാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും കൂടുതൽ അതിനെക്കുറിച്ച്. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഫ്രം എ റെയിൽവേ കാരേജ്. സോ നമ്മൾ പഠിക്കാൻ പോകുന്ന ആ പോം ആരാണ് എഴുതിയതെന്ന് നോക്കാം. അബൌട്ട് ദ ഓഥർ. ആരാണ് എഴുതിയത്? റോബർട്ട് ലൂയിസ് സെവൻസ്റ്റൺ. അദ്ദേഹം ജനിച്ചത് 1850 മരിച്ചത് 1894. സോ ഹി വാസ് എ സ്കോട്ടിഷ് നോവലിസ്റ്റ്, പോയറ്റ്, എസ്സേയിസ്റ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ. അപ്പോൾ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുമ്പോൾ? നോവലിസ്റ്റ് ആയിരുന്നു. സ്കോട്ട്ലൻഡിലാണ്, അപ്പോൾ സ്കോട്ടിഷ് നോവലിസ്റ്റ് ആയിരുന്നു. നോവൽ എഴുതുമായിരുന്നു, പോയം എഴുതുമായിരുന്നു, കവിത എഴുതും, പിന്നെ എസ്സേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എസ്സേ റൈറ്റിംഗ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. സോ എസ്സേ എഴുതും. പിന്നെ എന്താണ്? ട്രാവൽ റൈറ്ററാണ്. ട്രാവൽ റൈറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ യാത്രാ വിവരണങ്ങൾ എന്ന് പറയും. നമ്മൾ ദൂരേക്ക് യാത്ര പോകുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ എഴുതുമ്പോൾ അതിനെയാണ് നമ്മൾ ട്രാവൽ റൈറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഫേമസ് ട്രാവൽ റൈറ്ററും കൂടിയായിരുന്നു. ഹി ഈസ് വെൽ നോൺ ഫോർ ഹിസ് ചിൽഡ്രൻസ് ക്ലാസിക് ടു. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള രചനകൾക്ക് അദ്ദേഹം പ്രശസ്തൻ കൂടിയാണ്. ഫേമസ് വർക്ക്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് പ്രശസ്തമായ വർക്ക്സ്? ട്രഷർ ഐലൻഡ്, കിഡ്നാപ്ഡ് ആൻഡ് സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ്. അതൊക്കെയാണ് ഫേമസ് വർക്ക്സ് എന്ന് പറയുന്നത്. ഹി ഓൾസോ കമ്പോസ് മ്യൂസിക് ഫോർ ദ ഫ്ലജിയോലെറ്റ്, എ കൈൻഡ് ഓഫ് കീഡ് സൊപ്രാനോ റെക്കോർഡർ. ഈ ഫ്ലജിയോലെറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂട്ട് പോലെ ഇരിക്കുന്ന സാധനമാണ്. അതിന് 8 ഹോളും കീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഓടക്കുഴൽ. അപ്പോൾ ഓടക്കുഴൽ പോലെ ഇരിക്കണം. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ അതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അതിന് അദ്ദേഹം കമ്പോസ് മ്യൂസിക്, അല്ലേ? അതിന് മ്യൂസിക് കമ്പോസും ചെയ്തിട്ടുണ്ട്. സോ അതാണ് നമുക്ക് നമ്മുടെ ഓഥറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. Children who have travelled by trains would have had an exciting experience. അപ്പോൾ ട്രെയിനിൽ പോയിട്ടുള്ള കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ട്രെയിനിൽ പോയിട്ട് നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ആ ഒരു അനുഭവം എങ്ങനെയാണെന്ന്. അതൊരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആണ്, അല്ലേ? നമുക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ ഒരു ആ ഫീലും കാര്യങ്ങളൊക്കെ ഭയങ്കര വണ്ടർഫുൾ അല്ലേ? Besides the rhythm and movement of the train, there are the rushing scenes outside the window to look at. ഈ ട്രെയിനിൻ്റെ ഈ താളവും ഈ സ്പീഡും ഈ മൂവ്മെൻറ്റും അല്ലാണ്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് വിൻഡോ സീറ്റ് കിട്ടാൻ ഇടിയാ. എന്നാൽ വിൻഡോ സീറ്റിൽ കൂടി നോക്കുമ്പോൾ ഇങ്ങനെ സീൻസ് ഇങ്ങനെ മാറി ലൈക്ക് നമ്മൾ ഒരു ഫോട്ടോ ഗാലറിയിൽ ഇങ്ങനെ നോക്കണേക്കാൾ സ്പീഡിലാണ് ആ പിക്ചേഴ്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ സീൻസ് ഔട്ട്സൈഡ്, അല്ലേ? അത്രയും സ്പീഡിലാണ് അത് പോകുന്നത്. ഹിയർ ദ പോയിറ്റ് പ്രസൻസ് എ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഓഫ് എ ട്രെയിൻ ജേർണി ഇൻ ദ 19th century. അപ്പം നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് എ എക്സ്പീരിയൻസ് ഓഫ് ദ പോയിറ്റ് ആണ്. അത് ഒരു 19th century, 19ാം നൂറ്റാണ്ടിലുള്ള ഒരു
ട്രെയിൻ ജേർണിയുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് പോകാം നോക്കാം. So we are going to listen to the poem that is from a railway carriage. Faster than ferries, faster than witches, bridges and houses, hedges and ditches, and charging along like troops in a battle, all through the meadows, the horses and the cattle. All of the sides of the hill and the plain fly as thick as driving rain, and ever again in the wink of an eye, painted station whistle by. So, എന്താണ് ട്രെയിനിൽ പോകുമ്പോഴുള്ള ആ കാഴ്ചകള് ഓഥർ വർണ്ണിച്ചിരിക്കുന്ന വിധമാണ് നമ്മളിവിടെ കാണുന്നത്. ഫാസ്റ്റർ ദാൻ ഫെറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്. ഈ ഫെറീസും വിച്ചസും ഒക്കെ ആരൊക്കെയാ? ഫെറീസ് ആരാ? ഫെറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാലാഖമാര് അല്ലേ? വിച്ചസ് എന്ന് പറയണതോ റിലേറ്റഡ് ടു മാജിക് ആണ്. പക്ഷെ ഫെറീസ് മാജിക് ആണ്. പക്ഷെ ഫെറീസും വിച്ചസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താ? ഫെറീസ് ചെയ്യുന്ന മാജിക് ഒക്കെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ വിച്ചസ് ചെയ്യുന്നതോ അവർ മിക്കപ്പോഴും ഈവിൾ ആയിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് എന്തെങ്കിലും കൊള്ളരുതായ്മകളോ, അതായത് നമ്മൾക്കിപ്പോൾ ബാഡ് തിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് വിച്ചസ്. മന്ത്രവാദിനികളും ദുർമന്ത്രവാദിനികളും, ആ ഒരു വ്യത്യാസമില്ലേ? സോ ദാറ്റ് ഈസ് ഫെറീസ് ആൻഡ് വിച്ചസ്. അപ്പോൾ ഇവരെ ഫെറീസ് ആൻഡ് വിച്ചസ് എന്നൊക്കെ പറയുമ്പോൾ ഞൊടിയിടെ കൊണ്ട് ഓരോ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. അത്ര പെട്ടെന്നാണ് അവർ ഓരോ സ്ഥലത്ത് എത്തണം. അപ്പം അതിലും സ്പീഡിലാണ് ആര് പോകുന്നതെന്നാണ് പറയുന്നത്? ട്രെയിൻ പോകുന്നു. ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്, ആൻഡ് ചാർജിങ് അലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ. എന്താണ് ബ്രിഡ്ജസ്? പാലം കാണാം, വീട് കാണാം. ഹെഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേലിയില്ലേ നമ്മുടെ ഈ ട്രെയിനിലൊക്കെ കൂടെ പോകുമ്പോൾ മിക്കപ്പോഴും നമ്മൾ ഒരു വില്ലേജ് പ്രദേശങ്ങൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ അതിലൊക്കെ വേലികളായിരിക്കും. മതിൽക്കെട്ടിനൊക്കെ കൂടുതൽ വേലികൾ. എന്തായാലും ഓഥർ ഇവിടെ വേലികളാണ് പറഞ്ഞേക്കുന്നത്. ഡിച്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിടങ്ങുകൾ. ആൻഡ് ചാർജിങ് അലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ. ട്രൂപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈന്യം. അപ്പോൾ ഈ ഒരു ട്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബോഗി ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയല്ലേ? അപ്പോൾ ആ ഓരോ ബോഗീനെയും എന്താണ്? ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ, സൈന്യങ്ങളെ പോലെ. ഒരു ബാറ്റിൽ, ഒരു യുദ്ധമുഖത്തുള്ള ബാറ്റിൽ, അവിടെ അതാണല്ലോ യുദ്ധം. അപ്പോൾ യുദ്ധത്തിലുള്ള ഇങ്ങനെ ട്രൂപ്സ്, സൈന്യങ്ങൾ ഇങ്ങനെ അണിനിരക്കില്ലേ? അതുപോലെയാണ് നമ്മൾ ട്രെയിൻ ഫുള്ള് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഒറ്റ സ്ട്രെച്ചിന് നമുക്ക് ട്രെയിൻ ഫുള്ള് കാണാം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ആണ്. പക്ഷെ നമുക്ക് കുറച്ചങ്ങോട്ട് നടന്ന് കാണേണ്ടി വരും. അത്രയും ലെങ്തി അല്ലേ ട്രെയിൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതും അങ്ങനെയാണ്, ട്രൂപ്സ് അറേഞ്ച് ചെയ്തേക്കണ പോലെ എന്നാണ് പറയുന്നത്. ഓൾ ത്രൂ ദ മെഡോസ്, ദ ഹോഴ്സസ് ആൻഡ് ദ കാറ്റിൽ. മെഡോസ് എന്ന് പറഞ്ഞാൽ പുൽമേടുകളാണ്. ഹോഴ്സസ് ആൻഡ് കാറ്റിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, കുതിരകളും. കാറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ പശുവും ജീവികളുമാണ്. ഓൾ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഹിൽ ആൻഡ് ദ പ്ലെയിൻ. എന്താണ്? അപ്പോൾ ഈ പോണ വഴി എന്തൊക്കെ കാഴ്ച കാണാം? ഹില്ല് കാണാം അല്ലെ, കുന്നുകളാണ്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പരന്ന പ്രദേശങ്ങളാണ്. ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ. എന്താണ്? പറക്കും. ഒരു മഴ ഇങ്ങനെ പറന്നു വരുന്ന അതേ സ്പീഡിലാണ് ആർക്കും പറക്കാൻ പറ്റുന്നത്? ട്രെയിനിനും പറക്കാൻ പറ്റുന്നത്. ആൻഡ് എവർ അഗൈൻ ഇൻ ദ വിങ്ക് ഓഫ് എൻ ഐ. എന്താണ്? ഒരു കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് എന്ത് പോകുന്നത്? വിങ്ക് ഓഫ് എൻ ഐ. വിങ്ക് എന്ന് പറഞ്ഞാൽ കണ്ണ് അടയ്ക്കുക എന്നാണ് അർത്ഥം. വിങ്ക് ചെയ്യില്ലേ എന്നൊക്കെ പറയില്ലേ നമ്മൾ? അങ്ങനെ കണ്ണടച്ച് കാണിക്കരുത്. സോ കണ്ണടക്കുന്ന ആ ഒരു സ്പീഡിലാണ്. ഒരു കണ്ണടക്കാൻ നമുക്ക് എത്ര സെക്കൻഡ് വേണം? ഒട്ടും വേണ്ടല്ലോ അല്ലേ? ഒന്ന് വിചാരിച്ച് ഇപ്പം കണ്ണടക്കാം. അപ്പോൾ അത്രയും സ്പീഡിലാണ് എന്ത് പോകുന്നത്? ട്രെയിൻ പോകുന്നത്. പെയിന്റഡ് സ്റ്റേഷൻ വിസിൽ ബൈ. അപ്പോൾ ഓരോ സ്റ്റേഷൻസും ഇങ്ങനെ കവർ ചെയ്യുന്നത് ഞൊടിയിട കൊണ്ടാണെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ പോയറ്റ് പറയുന്നത്. Stevenson from a railway carriage is written from the perspective of a child who is traveling by train and capturing the external world from his carriage. അപ്പോൾ ഈ in this poem, ഫ്രം എ റെയിൽവേ കാരേജ് എന്ന കവിതയിൽ ഈ കവി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുട്ടിയാണ് യാത്ര ചെയ്യുന്നത്. ഓക്കെ, ഒരു കുട്ടിയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ കുട്ടിയാണ് ആ കാഴ്ച വർണ്ണിക്കുന്നത്. മനസ്സിലായോ? ആ കുട്ടി കാണുന്ന കാഴ്ചകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കുട്ടി ആദ്യം ഡിസ്ക്രൈബ് ചെയ്തേക്കണം മുഴുവൻ എന്താണ്? എങ്ങനെയാണ് ട്രെയിൻ പോകുന്നത് എന്നാണ്. സ്പീഡിലാണോ സ്ലോയിലാണോ എങ്ങനെയാണ് ആ ട്രെയിൻ പോകുന്നതിൻ്റെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി കാണുന്ന ആ ഇതിലാണ് ഓഥർ പറഞ്ഞിരിക്കുന്നത്. He is quite amazed to experience the speed with which the train marches forward like troops in a battle. ഒരു സൈന്യം, ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു സൈന്യം എത്ര സ്പീഡിലാണോ മുന്നേറണ്ടേ, അല്ലെങ്കിൽ അവർ നമ്മളെ തോൽപ്പിക്കില്ലേ, അതേപോലെയാണ് ഇവിടെ ട്രെയിനും പോകുന്നതെന്നാണ് കുട്ടി പറയുന്നത്. ആൻഡ് ആദ്യമായിട്ട് കാണുന്ന കാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഭയങ്കര ആശ്ചര്യവുമുണ്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് മൂവ്സ് ഫാസ്റ്റർ ദാൻ ദ ഫെറീസ് ആൻഡ് വിച്ചസ് കളക്റ്റീവ്ലി. മിസ് പറഞ്ഞ പോലെ ദുർമന്ത്രവാദികളെയും മന്ത്രവാദികളെക്കാളും സ്പീഡിലാണ് ഈ ട്രെയിൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഫ്രം ഹിസ് കാരേജ് ഹി സീസ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഹിൽ ആൻഡ് പ്ലെയിൻ ഫ്ലൈ ഫാസ്റ്റ്. ഈ കുന്നും മലയൊക്കെ നമ്മൾ ഇപ്പൊ ജസ്റ്റ് ഒന്ന് കുന്ന് പാസ് ചെയ്യുന്നുണ്ടാവുള്ളൂ, അപ്പോഴേക്കും കുന്ന് കഴിഞ്ഞിരിക്കും. മനസ്സിലായോ?
അപ്പോൾ കുന്നും മലയൊക്കെ പറന്ന് നീങ്ങുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പെയിന്റഡ് സ്റ്റേഷൻ വിസിൽ ബൈ നെവിങ്. ഓരോ സ്റ്റേഷൻ എത്തുമ്പോൾ വണ്ടി നിർത്തുന്നില്ലെങ്കിൽ നമുക്ക് എന്താണ്, ഒരു സ്റ്റേഷൻ ജസ്റ്റ് ആ പേരൊന്നും വായിക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും നമുക്ക് കിട്ടില്ല. അത്രയും ആ പെയിന്റഡ് സ്റ്റേഷൻസ് ഒക്കെ ഒരു വിസിലടിയുടെ മുമ്പിൽ നമുക്ക് അത്ര പോലും പെട്ടെന്ന് ഓരോ സ്റ്റേഷൻ മാറി പോകുന്നു എന്നാണ് കുട്ടി പറയുന്നത്. Here is a child who clambers and scrambles, all by himself and gathering brambles. Here is a tramp who stands and gazes, and here is a green for stringing the daisies. Here is a cart run away in the road, lumbering along with man and load. And here is a mill and there is a river, each a glimpse and gone forever. So, നമ്മളെ ഷോർട്ട് പോം തീർന്നു. സോ എക്സ്പ്ലനേഷൻ നോക്കാം. സെക്കൻഡ് സ്റ്റാൻസയുടെ ഹിയർ ഇസ് എ ചൈൽഡ് ഹു ക്ലാംബേഴ്സ് ആൻഡ് സ്ക്രാമ്പിൾസ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്, നമ്മുടെ ഓതർ, നമ്മുടെ ഈ കുട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ വണ്ടിയിൽ പോവല്ലേ, വണ്ടിയിൽ പോകുമ്പോൾ ഇനി ആദ്യം എന്താണ്, എങ്ങനെയാണ് ട്രെയിൻ പോകുന്നത്, എങ്ങനെയാണ് ട്രെയിനിൻ്റെ സ്പീഡ്, അതൊക്കെയാണ് കൂടുതൽ വർണ്ണിച്ചത്. കാണുന്ന കാഴ്ചകളൊക്കെ കുറച്ചാണ് വർണ്ണിച്ചത്. ഇനി കൂടുതൽ പുറത്തെ കാഴ്ചകളോടാണ് പറയുന്നത്. പുറത്തെ കാഴ്ച എന്തൊക്കെയാണ് കാണുന്നതെന്നാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ എന്താണ്, ഒരു കുട്ടിനെ കാണുവാണ്. കുട്ടി എന്താ ചെയ്യുന്നത്, കയറി ഇറങ്ങുവാണ്. ചിലപ്പോൾ ഇങ്ങനെ ക്ലൈംബ് അപ്പ് ക്യൂക്ക്ലി, അതാണ് ക്ലാംബേഴ്സ് ആൻഡ് സ്ക്രാമ്പിൾസിൻ്റെ അർത്ഥം. ഓൾ ബൈ ഹിംസെൽഫ് ആൻഡ് ഗ്യാദറിങ് ബ്രാമ്പിൾസ്. ബ്രാമ്പിൾസ് എന്ന് പറയുമ്പോൾ മുൾമുടികളിൽ മുൾച്ചെടികളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് കുട്ടി ശേഖരിക്കുന്നുണ്ട്. ഹിയർ ഇസ് എ ട്രാമ്പ് ഹു സ്റ്റാൻഡ്സ് ആൻഡ് ഗേസസ്. ട്രാമ്പ് എന്ന് പറയുന്നത് ഒരു അനാഥനായ ഒരു മനുഷ്യൻ, അതായത് ആരുമില്ലാത്ത, നമുക്ക് കണ്ടാൽ അറിയാലോ, അയാളെ കാണുമ്പോൾ ഉള്ള അറിയാം. മീൻസ് ലൈക്ക് മേ ബി ലൈക്ക് ഒരു ഡ്രസ്സൊക്കെ ഭയങ്കര പഴയ കീറിയ ഡ്രസ്സൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ ഒരാളെ കാണുവാണ്. ഹു സ്റ്റാൻഡ്സ് ആൻഡ് ഗേസസ്, അയാൾ നിന്നിട്ട് നോക്കുകയാണ്. ഗേസസ് എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ആൻഡ് ഹിയർ ഇസ് എ ഗ്രീൻ ഫോർ സ്ട്രിങ്ങിങ് ദ ഡേസീസ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്താണ്, ഡേസീസ് അതൊരു പൂവാണ്, അത് കെട്ടാനുള്ള ഒരു സ്ട്രിങ്ങിങ് ഒരു ഗ്രീൻ ചരട് കണ്ടു. ഹിയർ ഇസ് എ കാട്ട് റൺ അവേ ഇൻ ദ റോഡ്. പിന്നെ എന്താണ് കാണുന്നത്, ഒരു കാട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആ കാട്ട് എന്താണ്, റൂട്ടിൽ കൂടെ. അതിലെന്താണ്, ലംബിങ് അലോൺ വിത്ത് മാൻ ആൻഡ് ലോഡ്. ആ വണ്ടിയിൽ നിറച്ചെന്താണ്, മനുഷ്യരും ഉണ്ട്, നിറച്ച് ലോഡും ഉണ്ട്. ആൻഡ് ഹിയർ ഇസ് എ മിൽ ആൻഡ് ദർ ഇസ് എ റിവർ. പിന്നെ കാണുന്നത് എന്താണ്, ഒരു മില്ല് കാണുന്നുണ്ട്, ഒരു റിവർ കാണുന്നുണ്ട്, ഒരു പുഴ കാണുന്നുണ്ട്. ഈച്ച് എ ഗ്ലിംസ് ആൻഡ് ഗോൺ ഫോർ എവർ. എല്ലാം ഈ കാണുന്ന കാഴ്ചകളൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എവിടെ ഇരുന്നോണ്ടാണ് കാണുന്നത്, റെയിൽവേ കാരേജിൽ ഇരുന്നുകൊണ്ടാണ്. ദാറ്റ് ഇസ് ട്രെയിൻ അല്ലേ. റെയിൽവേ കാരേജ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് കാണുന്ന കാഴ്ചകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ടൊന്ന് ഐഡന്റിഫൈ ചെയ്യണ സമയത്തിനുള്ളിൽ അതൊക്കെ വാനിഷ് ആയിട്ടുണ്ടാവും, വേറെ കാഴ്ചയായിട്ടുണ്ടാവും അല്ലേ. എല്ലാം ഒരു സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നടക്കുന്നതാണ്. ട്രെയിൻ നിന്നാൽ മാത്രമാണ് നമ്മൾ ആ ഒരു സ്റ്റേഷനോ ആ ഒരു സ്ഥലത്ത്, ഇപ്പോൾ ചില സ്ഥലത്ത് എന്താ പോകുമ്പോൾ ട്രെയിൻ പിടിച്ചിടുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോഴാണ് നമ്മൾ അവിടെ എന്താണ് എന്ന് കാണാൻ പറ്റുന്നത്. മറ്റേതെന്ന് പറയുമ്പോൾ നല്ല സ്പീഡല്ലേ. ഒന്നാമത്തെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, നിങ്ങളിങ്ങനെ കുലുങ്ങി ആ ഒരു ഇതല്ലേ. അപ്പോൾ ആ കാഴ്ചകൾ എന്ന് പറയുന്നത് അത്രയും സ്പീഡിലാണ്. നമ്മുടെ കണ്ണ് അത്രയും സ്ട്രെയിൻ ചെയ്താൽ പോലും വ്യക്തമായിട്ട് പലതും നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പം നിങ്ങളും ഇപ്പോൾ ഈ സ്മോൾ ഫോം പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവില്ലേ? എന്താ മനസ്സിലാവുന്നത്? നമ്മൾ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ ഇതിപ്പോൾ ഓതർ എഴുതിയ പോലെ നമുക്ക് എഴുതിക്കൂടെ ഇല്ലേ? നമുക്ക് എഴുതാലോ, നിങ്ങൾക്ക് എഴുതാലോ ഇല്ലേ? സ്റ്റാർട്ടപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് റൈറ്റിംഗ് സംതിങ്. നമ്മൾ ഇവിടെ ഇപ്പോൾ ഞാൻ മിസ് പറഞ്ഞ പോലെ ചുമ്മാ ബീച്ചിലൊക്കെ പോയി ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കുക. എന്നിട്ട് പാരൻസിൻ്റെ കൂടെ പോയിട്ട് കുറച്ച് നേരം വെറുതെ മാറി നിന്നിട്ട് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിനേഷൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയേ. അപ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് എ വണ്ടർഫുൾ തിങ് ടു ഡു അല്ലേ. അപ്പോൾ കാഴ്ചകൾ എന്ന് പറയുന്നത് നമുക്ക് പകർത്തി എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അത് വായിക്കുമ്പോൾ നമ്മൾ കണ്ട കാഴ്ച അതേപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഈ ഓതർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തില്ലേ? നമ്മൾ ആ ട്രാമ്പിനെ കണ്ടു, നമ്മൾ മില്ല് കണ്ടു, റിവർ കണ്ടു, നമ്മൾ ആ പോകുന്ന സ്പീഡ് വരെ നമ്മൾക്ക് ഫീലായി ഇല്ലേ? അത് അങ്ങനെയാണ് അത് വായിക്കുമ്പോൾ തോന്നേണ്ടത്. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസർ ദ സ്പീക്കർ ബിക്കംസ് മോർ അറ്റൻറ്റീവ് ടു ദ സീൻസ് ഔട്ട്സൈഡ്. പുറം കാഴ്ചകൾ കാണാനാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ കുറച്ചും കൂടി ആ കുട്ടി ആഗ്രഹിക്കുന്നത്. He notices a child gathering brambles with difficulty, a tramp standing and gazing back at him with his vacant eyes, the greenery cuddling the bright daisies. അപ്പോൾ എന്താണ്, അപ്പോൾ ഇത് എന്താണ്, കുട്ടി എന്തൊക്കെയാണ് കാണുന്നത്? ഒരു ചൈൽഡ് ഗ്യാദർ ചെയ്യുന്നുണ്ട്, അതായത് ഈ മുൾച്ചെടികളൊക്കെ ഇങ്ങനെ ഗ്യാദർ ചെയ്യുന്നുണ്ട്, കത്തിക്കാൻ വല്ലതും ഒക്കെ ആയിരിക്കും. പിന്നെന്താണ്, ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ആ കുട്ടി ചെയ്യുന്നത്. പിന്നെ ട്രാമ്പ് സ്റ്റാൻഡിങ്, ഞാൻ പറഞ്ഞു, ഒരു അനാഥനായ ഒരാൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്. ബിക്കോസ് വിത്ത് എന്താണ് വേക്കൻറ്റ് ഐസ് എന്ന് പറയുമ്പോൾ
അയാളുടെ കണ്ണുകളിലെ കാഴ്ചകൾക്കൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഒരുപാട് ദുഃഖമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലാണ് ആ കണ്ണിന്, അല്ലെങ്കിൽ ഒരു ഭാവവും ഇല്ലാതെ. ചിലപ്പോൾ ഈ ലൈക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെ അവരൊക്കെ ഒരു ഭാവം ഇല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ നമ്മളടുത്ത് ചെന്നാലും ചിലപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. നമ്മൾക്ക് ഇയാൾക്ക് എന്താ വട്ടാണോ എന്നൊക്കെ വിചാരിക്കൂലേ. സെയിം സിറ്റുവേഷൻ, ദ ഗ്രീനറി കഡ്ലിങ് ദ ബ്രൈറ്റ് ഡേയ്സി. ഈ ഗ്രീനറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പച്ചപ്പ്, ഈ ഡേയ്സീസിനൊക്കെ ഇങ്ങനെ കഡ്ലിങ് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക, അങ്ങനത്തെ ഒരു ഇതാണ്. Furthermore, there is a loaded cart lumbering along the road. പിന്നെന്താണ്, ഒരു ലോഡഡ് കാർട്ട് കണ്ടു, അതിൽ അത് കഴിഞ്ഞിട്ട് ഒരു മില്ലും റിവറും കണ്ടു. ദാറ്റ് ഗോസ് പാസ് ദ കാരേജ് വിത്തിൻ എ ഗ്ലിംസ്. എല്ലാം ഒറ്റ നോട്ടത്തിൽ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കണ്ട പോയം ദാറ്റ് ഇസ് ഫിനിഷ്ഡ് ആക്ച്വലി എന്താണ്, ഫ്രം എ റെയിൽവേ കാരേജ് എന്ന സ്മോൾ പോം. ദാറ്റ് ഇസ് വാട്ട് വി സ്റ്റഡീഡ് റൈറ്റ് നൗ. സോ വാട്ട് ഇസ് ദ പോയം അബൌട്ട്? കവിത പറയുന്നത് എന്താണ്, ഒരു റെയിൽവേ കാരേജിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്നും ആ സ്പീഡ്, ട്രെയിനിൻ്റെ സ്പീഡ് എങ്ങനെയാണെന്നുള്ള വർണ്ണനയാണ് കവി നമുക്ക് തരുന്നത്. വെരി സിമ്പിൾ പോയം. ഇത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ അല്ലേ, ഒന്നും അങ്ങനെ വലിയ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. പക്ഷെ കാണുന്ന കാഴ്ചകളൊക്കെ ശ്രദ്ധിക്കണം, കാരണം അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരും. സോ വി വിൽ സീ ദ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ്. മൂവിങ് ഓൺ ടു ദ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കണ്ടേ, നമ്മൾ പഠിച്ചത് നമുക്ക് മനസ്സിലായോ എന്ന് അറിയാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പം മിസ്സ് നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന്, ഡസ് ദ ട്രെയിൻ മൂവ് ത്രൂ എ വില്ലേജ് ഓർ സിറ്റി? ജസ്റ്റിഫൈ യുവർ ആൻസർ. വെറുതെ ചുമ്മാ പറഞ്ഞാൽ പോരല്ലോ, ഗ്രാമത്തിലൂടെയോ നഗരത്തിലൂടെയോ ട്രെയിൻ നീങ്ങുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം ന്യായീകരിക്കാം. അപ്പം എങ്ങനെയാണ് ട്രെയിൻ പോകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഉത്തരം പറയണം. ഉത്തരം പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ അതിനെ ന്യായീകരിക്കുകയും കൂടി വേണം. ദ ട്രെയിൻ മൂവ്സ് ത്രൂ എ വില്ലേജ്. എന്താണ്, വില്ലേജിൽ കൂടിയാണ് ട്രെയിൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, നമ്മൾ വേലികളൊക്കെയാണ് കാണുന്നത് അല്ലേ. വി ക്യാൻ സീ ദ ബ്രിഡ്ജസ്, ഹൗസസ്, ഹെഡ്ജസ്, ഡിച്ചസ്, മിഡോസ്, ഹോസസ്, കാറ്റൽസ് എക്സെട്ര. ഇതൊക്കെ നമുക്കൊരു സിറ്റിയിൽ കൂടി പോയാൽ കാണാൻ പറ്റുമോ? സിറ്റി കൂടി പോയാൽ നമുക്ക് വലിയ വലിയ ബിൽഡിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ്, ഷോപ്സും അങ്ങനെയൊക്കെയാണ് കാണുന്നത്. നമ്മളൊരിക്കലും വേലി കാണാൻ പറ്റില്ല. നമുക്കൊരു കാറ്റൽ, പശു ഒക്കെ ഇങ്ങനെ കുതിരയൊക്കെ നടന്നു പോകണ കാണാൻ പറ്റുമോ? ഇല്ല. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ പോം ദാറ്റ് ഇറ്റ് ഇസ് എന്ത്, വില്ലേജിൽ കൂടെയാണ്. വിച്ച് ആർ ദ കോമൺ സീൻസ് ഓഫ് ദ വില്ലേജ്. അതാണ് അതിൻ്റെ ഉത്തരം. വാട്ട് ആർ ദ എക്സ്പ്രഷൻസ് യൂസ്ഡ് ബൈ ദ പോയറ്റ് ടു ഷോ ദ അമേസിംഗ് സ്പീഡ് ഓഫ് ദ ട്രെയിൻ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, ട്രെയിനിന്റെ അതിശയകരമായ വേഗത കാണിക്കാൻ കവി ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ എന്തൊക്കെയാണ് സ്പീഡിനെ വർണ്ണിക്കാൻ ഉപയോഗിച്ചേക്കണേന്ന്? Faster than fairies, faster than witches, fly as thick as driving rain, and each a glimpse and gone forever are the lines used to express the amazing speed of the train. അപ്പോൾ ഇതൊക്കെയാണ് കവി സൂചിപ്പിക്കുന്ന വരികൾ അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ട്രെയിൻ ഭയങ്കര സ്പീഡിലാണ് പോകുന്നതെന്ന്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയറ്റ് ബ്രിങ് ഔട്ട് ദ ലോക്കോമോട്ടീവ് റിതം ഇൻ ദ പോയം? ഈ കവിതയിൽ ലോക്കോമോട്ടീവ് റിതം കവി എങ്ങനെയാണ് പുറത്തു കൊണ്ടുവരുന്നതെന്ന്. അപ്പോൾ എങ്ങനെയാണ് അത് പുറത്തു കൊടുക്കുന്നത്? The words like fast, fairies, witches, ditches have a repetition of particular sounds which give the sound of a moving train. അതിപ്പോൾ ഞാൻ പറയുമ്പോൾ the words fast and fairies അല്ലേ, witches and ditches എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് ഇറ്റ് ഇസ് ലൈക്ക് എന്താണ്, ഒരു റൈമിൽ പോവല്ലേ, ഒരു റിതം ഉണ്ട് അവിടെ. They also give the feeling of a train journey. ഞാൻ പറഞ്ഞു, നമ്മളത് കേൾക്കുമ്പോൾ നമുക്കൊരു ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരു ഫീല്, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്. സോ അങ്ങനെയാണ് കവി അതുകൊണ്ടാണ് കവി ഈ പദങ്ങളൊക്കെ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലെറ്റ് us റീവിസിറ്റ്. അപ്പോൾ റീവിസിറ്റ് എന്താണ്, നമ്മളൊന്നും കൂടി ഒന്ന് കവിതയിലോട്ട് തിരിച്ചു പോവുകയാണ്. കവിത എന്ന് പറയുമ്പോൾ ഇവിടെ മിസ് ഉദ്ദേശിച്ചത് പദ്യമാണ് കേട്ടോ, കുട്ടികളുടെ പേരൊന്നും മിസ് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് തിരിച്ചു പോകുമ്പോൾ പിന്നെയും നമുക്ക് എന്താണുള്ളത്, കുറച്ച് ചോദ്യോത്തരങ്ങൾ ആൻസർ ചെയ്യാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ബ്രെയിനിൽ ആ കവിത ഉണ്ട്, ആ കവിത ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക, ഓർത്തെടുക്കുക, അതിൽ നിന്നുള്ള ആൻസേഴ്സ് പറയാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബൈ സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻസ്. അപ്പം നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമല്ലേ, ചൂസ് എ കറക്റ്റ് ആൻസർ അല്ലേ. നോക്കാം. വാട്ട് ഇസ് എ പോയം അബൌട്ട്? വാട്ട് ഇസ് എ പോയം അബൌട്ട്? പോയം എന്തിനെ കുറിച്ചാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ, ഇൻവെൻഷൻ ഓഫ് ദ സ്റ്റീം എൻജിൻ. B, a scary journey in a fast train. A runaway cart in the road. A fast moving train and the people, places and things seen from it. എന്തിനെ കുറിച്ചിട്ടാണ് ഈ ട്രെയിൻ യാത്ര എന്നാണ് ചോദിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അല്ലേ, ബാക്കി മൂന്നും തെറ്റല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ എയിം ഓഫ് ദ പോയറ്റ് വൈൽ റൈറ്റിംഗ് ദ പോം ഫ്രം എ റെയിൽവേ കാരേജ്? To entertain readers with an exciting description of a train ride. Option B, to teach the readers how the train engines operate. C, to tell readers about his experience on a train.
ടു വാൺ റീഡേഴ്സ് നെവർ ടു റൈഡ് ഓൺ ഫാസ്റ്റ് ട്രെയിൻസ്. അതായിരുന്നു ഡി ഓപ്ഷൻ. അപ്പോൾ എന്താണ്, ഈ കവിത എഴുതുമ്പോൾ കവിയുടെ ഉള്ളിലുള്ള ഉദ്ദേശം എന്തായിരുന്നു, ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ വരിക? നമുക്കറിയാം, ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഉള്ള അനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ടു ടെൽ റീഡേഴ്സ് അബൌട്ട് ഹിസ് എക്സ്പീരിയൻസ് ഓൺ എ ട്രെയിൻ. Read the line from the poem. Here is a tramp who stands and gazes. Which word has almost the same meaning as gazes? ഈ നമ്മൾ കവിതയിലെ ഒരു വരിയാണ് കേട്ടത്. എന്താണ്? ഹിയർ ഇസ് എ ട്രാമ്പ് ഹു സ്റ്റാൻഡ്സ് ആൻഡ് ഗേസസ്. അതിൽ ഗേസസിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സിറ്റ്സ്, ഓപ്ഷൻ ബി ലുക്സ്, ഓപ്ഷൻ സി സ്ക്രീംസ്, ഓപ്ഷൻ ഡി ഇഗ്നോർസ്. ഇവിടെ എന്താണ്? ഗേസസ് എന്ന് പറയുമ്പോൾ ലുക്കാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. Moving on to the next question, that is fourth one. What is similar about the words witches and chess? ഈ രണ്ട് വാക്ക് തമ്മിലുള്ള എന്താണ് സാമ്യം എന്നാണ് ചോദിച്ചേക്കുന്നത്. സിമിലാരിറ്റീസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എ, ബോത്ത് ആർ ഇൻ ദ മിഡിൽ ഓഫ് ദ ലൈൻ ആൻഡ് റൈം വിത്ത് ഈച്ച് അതർ. ബി, ബോത്ത് ആർ അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ ആൻഡ് റൈം വിത്ത് ഈച്ച് അതർ. സി, ബോത്ത് ആർ അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ ആൻഡ് ഡു നോട്ട് റൈം വിത്ത് ഈച്ച് അതർ. ഡി, ബോത്ത് ആർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ ആൻഡ് റൈം വിത്ത് ഈച്ച് അതർ. ഇതിൽ ഏതാണ് വരിക എന്ന ഓപ്ഷൻ എന്താണ് വരിക? ഈ വിച്ചസ് ആൻഡ് ഡിച്ചസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഇസ് എന്താണ്, രണ്ടും ഒരു വരിയുടെ അവസാനം വന്നിട്ട് റൈമിങ് അല്ലേ? റൈമാണല്ലോ. റൈമിലാണെന്നുള്ള ഒരു സംശയം നമുക്കില്ലല്ലോ. കാരണം നോക്കിയാൽ ഫസ്റ്റ് ലെറ്റർ മാത്രമാണ് വ്യത്യാസം, വിച്ചസ് ആൻഡ് ഡിച്ചസ് അല്ലേ? അപ്പോൾ റൈമിങ് ആണ് എന്തായാലും. അപ്പോൾ ഈ ഓപ്ഷൻ ഇത് എന്തായാലും അല്ല. ഡു നോട്ട് റൈം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ, അത് എന്തായാലും അല്ല അല്ലേ? ബാക്കി മൂന്നെണ്ണം വെച്ച് നോക്കുമ്പോൾ എൻഡിലാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഫിഫ്ത്ത് വൺ, ഹൗ ഡു ദ ട്രൂപ്സ് റിസംബിൾ ദ ട്രെയിൻ? എങ്ങനെയാണ് ഈ ട്രൂപ്സ് ട്രെയിനിനായിട്ട് എങ്ങനെയാണ് റിസംബിൾ ചെയ്യുക, സാമ്യമുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. എ, ദേ ആർ ഫാസ്റ്റർ ദാൻ ഫെയറീസ് ആൻഡ് വിച്ചസ്. ബി എന്താണ്? ദേ സ്റ്റാൻഡ് ആൻഡ് ഗേസ്. സി, ദേ ചാർജ് എലോൺ. ദേ ക്ലൈംബ് ആൻഡ് സ്ക്രാമ്പിൾ. എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ട്രൂപ്സ് എന്ന് പറഞ്ഞാൽ സൈന്യമാണ്. അപ്പോൾ സൈന്യത്തായിട്ടുള്ള ബന്ധം എന്താണ്? ദേ ചാർജ് എലോൺ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് കേട്ടോ, ഓപ്ഷൻ. സിക്സ്ത് വൺ, ഇൻ വാട്ട് വേസ് ആർ ദ ചൈൽഡ് ആൻഡ് ദ ട്രാമ്പ് ഡിഫറെൻറ്റ്? കുട്ടിയും ട്രാമ്പും എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നതെന്ന്. ദ ചൈൽഡ് ഇസ് സ്റ്റാൻഡിങ് ആൻഡ് ഗേസിങ് ആൻഡ് ദ ട്രാമ്പ് ഇസ് ഗ്യാദറിംഗ് ബ്രാമ്പിൾസ്. ദ ചൈൽഡ് ഇസ് ക്ലാംബറിംഗ് ആൻഡ് സ്ക്രാംബ്ലിംഗ് ആൻഡ് ദ ട്രാമ്പ് ഇസ് സ്റ്റാൻഡിങ് ആൻഡ് ഗേസിംഗ്. സി എന്താണ്? ദ ചൈൽഡ് ഇസ് ക്ലാംബറിംഗ് ആൻഡ് സ്ക്രാംബ്ലിംഗ് ആൻഡ് ദ ട്രാമ്പ് ഇസ് ഗ്യാദറിംഗ് ബ്രാമ്പിൾസ്. ദ ചൈൽഡ് ഇസ് ചാർജിങ് എലോൺ ആൻഡ് ദ ട്രാമ്പ് ഇസ് ഗ്യാദറിംഗ് ബ്രാമ്പിൾസ്. ഇതിലേതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ചൈൽഡ് ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്, എന്നിട്ട് ട്രാമ്പ് നിന്നുകൊണ്ട് നോക്കുകയാണ്. Moving on to the next one, that is seventh one. What are the last two things seen from the railway carriage? റെയിൽവേ ക്യാരേജിൽ കൂടെ അവസാനം കാണുന്ന കാഴ്ചകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഓർമ്മയുണ്ടോ? എ മിൽ ആൻഡ് എ കാർട്ട്, എ മിൽ മാൻ ആൻഡ് എ കാർട്ട്, എ മാൻ ആൻഡ് എ റിവർ, എ മിൽ ആൻഡ് എ റിവർ. എന്തായിരുന്നു? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, എ മിൽ ആൻഡ് എ റിവർ. എയ്ത്ത് വൺ ആണ്, ഇൻ വാട്ട് ഓർഡർ ആർ ദ പീപ്പിൾ ആൻഡ് ദ തിങ്സ് സീൻ ഫ്രം ദ റെയിൽവേ ക്യാരേജ്? ആ റെയിൽവേ ക്യാരേജിൽ കൂടി പോകുമ്പോൾ കവി കാണുന്ന കാഴ്ചകൾ ഏത് ഓർഡറിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ, എ ബെഗർ, എ ചൈൽഡ്, എ കാർട്ട്, എ മിൽ ആൻഡ് എ റിവർ. ഓപ്ഷൻ ബി, എ കാർട്ട്, എ ചൈൽഡ്, എ ബെഗർ, എ റിവർ ആൻഡ് എ മിൽ. സി, എ ചൈൽഡ്, എ ബെഗർ, എ കാർട്ട്, എ മിൽ ആൻഡ് എ റിവർ. ഓപ്ഷൻ ഡി, എ റിവർ, എ മിൽ, എ കാർട്ട്, എ ബെഗർ ആൻഡ് എ ചൈൽഡ്. എല്ലാം കൂടി വായിക്കുമ്പോൾ മൊത്തം കൺഫ്യൂഷൻ പോലെ തോന്നും. ഏതാണ് ആദ്യത്തെ കാഴ്ച എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബെഗർ എന്ന് പറഞ്ഞ വേർഡ് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വന്നായിരുന്നോ? വന്നില്ലല്ലോ. വന്നു, അത് ആദ്യം വന്നില്ലല്ലോ. അപ്പോൾ എന്താണ്? കാട്ടാണോ ആദ്യം വന്നത്, ചൈൽഡ് ആണോ ആദ്യം വന്നത്, റിവർ ആണോ ആദ്യം വന്നത്? ഇതിൽ ഏതാണ് ആദ്യം വന്നത്? ബെഗർ ആണോ, കാട്ടാണോ, ചൈൽഡ് ആണോ, റിവർ ആണോ? നമ്മൾ പോയതിൽ വരിയിൽ വായിച്ചാൽ നമുക്കറിയാം ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. ചൈൽഡ്, ബെഗർ, കാട്ട്, മിൽ ആൻഡ് റിവർ അല്ലേ? മിൽ ആൻഡ് റിവർ. മിൽ ആൻഡ് റിവർ ലാസ്റ്റ് വന്നത് നമുക്ക് ഉറപ്പാണ്. അങ്ങനത്തെ വരുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതാണ് റൈറ്റ് ആൻസർ, സി ആണ്. നയൻത് വൺ എന്താ നോക്കാം. റീഡ് ദീസ് ലൈൻസ് ഫ്രം ദ പോം. എന്താണ്? ആൻഡ് എവർ അഗെയിൻ ഇൻ ദ വിങ്ക് ഓഫ് എൻ ഐ പെയിന്റഡ് സ്റ്റേഷൻസ് വിസൽ ബൈ. അപ്പോൾ കവിതയിലുള്ള വരികളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. വൈ ഡസ് ഇറ്റ് സീം ദാറ്റ് ദ പെയിന്റഡ് സ്റ്റേഷൻ അപ്പിയർ ആൻഡ് ഡിസപ്പിയർ ഇൻ ദ വിങ്ക് ഓഫ് എൻ ഐ? അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റേഷൻസ് പെട്ടെന്ന് വരികയും പെട്ടെന്ന് പോവുകയൊക്കെ ചെയ്യണമെന്ന്? ഒരു കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഇതൊക്കെ കാണാനും കാണാതെ പെട്ടെന്ന് മറഞ്ഞു പോകുന്നതും എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. As they are seen from the window of a horse-drawn carriage. ഓപ്ഷൻ എ അതാണ്. ഓപ്ഷൻ ബി, as they are seen from the window of a slow railway carriage. ഓപ്ഷൻ സി,
as they are seen from the side of a hill. Option D, as they are seen from the window of a fast moving railway carriage. Option D is the right answer. അല്ലേ, ഫാസ്റ്റ് മൂവ് ചെയ്യണോണ്ടല്ലേ പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്ന സ്പീഡിൽ കാഴ്ചകൾ നമ്മൾക്ക് മാറുന്നത്. 10th one ആണ്, read the last line of the poem, each a glimpse and gone forever. What does the poet mean by this line? വരി കേട്ടല്ലോ, എന്താണ് each a glimpse and gone forever. ആ വരി കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. ഓപ്ഷൻ എ ആണ്, you only get a quick look at something as you pass by, but you can see it again. B എന്താണ്, you look at something for a long time as you can pass by, never to see it again. C, you only get a quick look at something as you pass by, never to see it again. D, you can look at something many times as you pass by, over and over again. അതിൽ കാണാൻ പറ്റുമോ, ആദ്യം ഒരു ഒറ്റ നോട്ടം കാണാൻ പറ്റും, പിന്നെ കാണാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 11th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഇൻ ദ പോം certain words and cluster of letters is, അതായത് es are repeated. Can you list out the repeated words and the cluster of letters from the poem? Do you think repetition enhances the musical quality of poem? അപ്പോൾ ഇങ്ങനെ es വെച്ച് റിപ്പീറ്റ് ചെയ്തേക്കണ വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ എന്താണ് റിപ്പീറ്റേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നാണ് ചോദിച്ചേക്കണം. ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നാണ് ചോദിച്ചേക്കണം. നമുക്ക് നോക്കാം വാക്കുകൾ എന്തൊക്കെയാണ്, ഇഷ്ടം പോലെയാണ്. നോക്കിയേ, ഫെയറീസ്, വിച്ചസ്, ഹൗസസ്, ഹെഡ്ജസ്, ഡിച്ചസ്, ട്രൂപ്സ്, മെഡോസ്, ഹോസസ്, സൈറ്റ്, സ്റ്റേഷൻസ്, ക്ലാമ്പേഴ്സ്, സ്ക്രാമ്പിൾസ്, ബ്രാമ്പിൾസ്, എല്ലാം എസ് വെച്ചിട്ടാ അല്ലേ. സ്റ്റാൻഡ്സ്, ഗേസസ്, ഡേസീസ്. അപ്പോൾ ഇത്രയും വാക്കുകളുണ്ട്. ദ റിപ്പീറ്റഡ് സൗണ്ട്സ് ഗീവ്സ് എ ലോക്കോമോട്ടീവ് റിതം. അപ്പോൾ ഈ ഇങ്ങനെ പിന്നെ വരുന്ന വരികൾ വരുമ്പോൾ ഒരു റിതം വരും, ഒരു താളം അല്ലേ. റിപ്പീറ്റേഷൻ എൻഹാൻസസ് ദ മ്യൂസിക്കൽ ക്വാളിറ്റി ഓഫ് ദ പോം. അപ്പോൾ ഇത് മ്യൂസിക്കൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും കവിതയുടെ. 12ാമത്തെ ചോദ്യം, ഇമാജിൻ ദാറ്റ് യു ആർ ഓൺ എ ട്രെയിൻ പാസിംഗ് ത്രൂ എ നമ്പർ ഓഫ് പ്ലേസസ് ഓർ സ്റ്റേഷൻസ്. നെയിം എനി 5 scenes you would see through the window. Do you have the same feeling of joy if you travel by bus? അപ്പോൾ നമ്മളോട് ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ 5 കാഴ്ചകൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ബസ്സിൽ പോകുമ്പോൾ ഇതേ സന്തോഷം കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇപ്പം മിസ് എഴുതിയേക്കുന്നത് എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്തിട്ടാണ്. സോ ദ ആൻസർ ഇസ് പാഡി ഫീൽഡ്സ്, ബുള്ളക് കാർട്ട്സ്, ഹിൽസ് ആൻഡ് റിവേഴ്സ്, ടണൽസ്, ഫാമേഴ്സ് എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. കാരണം മോസ്റ്റ് പ്രോബബ്ലി നമ്മളുടെ ട്രെയിൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ മിക്കപ്പോഴും എന്തായിരിക്കും, വില്ലേജ് ഏരിയ ആയിരിക്കും. അതല്ല, കാഴ്ചകൾ എന്നൊക്കെ പറയുമ്പോൾ മനോഹരമായത് കാണാനല്ലേ നമുക്കും താല്പര്യം. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എഴുതാം. ട്രെയിനിൽ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇഷ്ടംപോലെ കാഴ്ചകൾ, ഇതിലും കുറേ കാര്യങ്ങൾ എഴുതാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും 5 കാര്യങ്ങൾ എഴുതുക. പിന്നെന്താണ്, ബസ്സിൽ പോകുമ്പോൾ ഇതേ സന്തോഷം ഉണ്ടെന്നാണ് നെക്സ്റ്റ് ചോദ്യം. നോ, വി ഡോണ്ട് ഹാവ് ദ സെയിം ഫീലിംഗ് ഓഫ് ജോയ് ഇഫ് വി ട്രാവൽ ബൈ ബസ് ബിക്കോസ് ദ ബസ് ഇസ് സ്ലോവർ ദാൻ ദ ട്രെയിൻ. കാരണം ബസ്സിൽ പോകുമ്പോൾ ഇത്രയും സന്തോഷം കിട്ടില്ല, കാരണം നമ്മൾ ട്രെയിൻ ഭയങ്കര സ്പീഡാണ്, ബസ് സ്ലോ ആണ് എന്നാണ് ഉത്തരം. അപ്പോൾ ക്വസ്റ്റൻ ആൻസേഴ്സ് ഒക്കെ പഠിച്ച ശേഷം നമ്മളിപ്പോൾ ആക്ടിവിറ്റി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആക്ടിവിറ്റി 1 എന്താണെന്ന് നോക്കാം. ഇൻ ദ പോം ദർ ആർ എ നമ്പർ ഓഫ് വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് മൂവ്മെൻറ്റ് ആൻഡ് സൗണ്ട്. ഈ കവിതയിൽ നമുക്ക് കുറേ വരികൾ വരുമ്പോൾ നമുക്കറിയാം ചിലതൊക്കെ നമ്മൾ മൂവ്മെൻറ്റ് കാണിക്കുവാണ്, നമ്മൾ മാറ്റം ഇല്ലേ, സ്ഥലം മാറുന്നതായിട്ട് കാണാം. ചിലത് വരുമ്പോൾ സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. So complete the following table selecting appropriate words or expression from the words in the box below. അപ്പോൾ നമ്മൾക്ക് കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മൂവ്മെൻറ്റ് കാണിക്കുന്നതും സൗണ്ട് കാണിക്കുന്നതും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതാനാണ് ആക്ടിവിറ്റി. എളുപ്പമല്ലേ ആക്ടിവിറ്റി? ഓരോന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മൂവ്മെൻ്റ് ആണോ നടക്കുന്ന, ശബ്ദമാണോ കേൾക്കുന്നത് നമുക്കറിയാം. എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് മൂവ്മെൻറ്റിൽ വിസിൽ ബൈ തന്നിട്ടുണ്ട്. വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് സൗണ്ടിൽ വിസിലും തന്നിട്ടുണ്ട്. മൂവ്മെൻറ്റ് വിത്ത് ഹാൻഡ്സ് തന്നിട്ടുണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സൗണ്ട് കേട്ടില്ലേ ഇപ്പം? അപ്പോൾ അതാണ്. അപ്പം നമ്മൾക്കറിയാം സൗണ്ട് കേൾക്കുന്നത് ഏതാണെന്നും മൂവ് ചെയ്യണത് ഏതാണെന്നും നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഫാസ്റ്റർ ആണ്. ഫാസ്റ്റർ എന്താണ്, സൗണ്ട് ആണോ അതോ മൂവ്മെൻ്റ് ആണോ വരുന്നത്? ഫാസ്റ്റർ അല്ലേ, സൗണ്ട് അല്ല, മൂവ്മെൻ്റ് ആണ്. സെക്കൻഡ് എന്താണ്, ബാറ്റിൽ. ബാറ്റിൽ ഇവിടെയാണ്. ബാറ്റിൽ മിക്ക വേർഡും ഇവിടെയാണ് വരുന്നത് കേട്ടോ. ബാറ്റിൽ, ചാർജിങ് എലോൺ, നമുക്ക് ഇവിടെയും കൂടി എഴുതേണ്ടി വരും, അല്ലെങ്കിൽ തെക്കില്ല. ചാർജിങ് എലോൺ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലും ഇത്രയും സ്ഥലം തന്നെ ഉള്ളൂ, അപ്പോൾ നിങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുക. ഓക്കെ. പിന്നെ എന്താണ്, ഫ്ലൈ പറഞ്ഞിട്ടുണ്ട്. ഫ്ലൈ മൂവ്മെൻ്റ് ആണ്. ഡ്രൈവിങ് മൂവ്മെൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഡ്രൈവിങ് റെയിൻ ആണ്, അത് സൗണ്ട് ആണേ. വിസിൽ ബൈ ഓൾറെഡി ഇപ്പുറത്ത് അവർ തന്നിട്ടുണ്ട്. ക്ലാമ്പേഴ്സ്
എന്താണ്? മൂവ്മെൻ്റ് ആണ്. ദെൻ സ്ക്രാമ്പിൾസ്, ദാറ്റ് ഈസ് ഓൾസോ മൂവ്മെൻറ്റ്. പിന്നെന്താണ്? വിസിൽ ഓൾറെഡി സൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ട്രിങ്ങിങ് ഇവിടെ തന്നെയാണ്, മൂവ്മെൻറ്റിൽ തന്നെയാണ്. ലംബിങ് മൂവ്മെൻ്റ് ആണ്. വിങ്ക് എന്താണ്? വിങ്ക് മൂവ്മെൻ്റ് അല്ലേ, കണ്ണടക്കുക. അപ്പോൾ ഇത്രയും മൂവ്മെൻ്റ് ആണ് സൗണ്ട് ഉള്ളത്, അത്രയും മാത്രമേ ഉള്ളൂ. സോ വി ഹാവ് കംപ്ലീറ്റഡ് ആക്ടിവിറ്റി 1. മൂവിങ് ഓൺ ടു ദ ആക്ടിവിറ്റി 2 ആണ്. അപ്പോൾ ആക്ടിവിറ്റിയിൽ എന്താണെന്ന് നോക്കാം. ലുക്ക് അറ്റ് ദ വേർഡ്സ് ഫ്രം ദ പോം. ഡോണ്ട് ദിസ് സൗണ്ട് സിമിലർ? അപ്പോൾ കവിതയിൽ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ആ വാക്കുകൾക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാകുന്ന ചോദിച്ചേക്കുന്നത്. അവരൊരുപോലെ ഉണ്ടോ എന്ന്. എന്താണ്? വിച്ചസ്, ഡിച്ചസ്, കാറ്റൽ, ബാറ്റിൽ. ഒരുപോലെ ഉണ്ട് അല്ലേ? ഇതൊക്കെ ഇവിടെ ശരിക്കും സാമ്യം. WD മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ സിയും ബിയും മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ കവിതയിലുണ്ട് നിറച്ച് അല്ലേ? നമ്മൾ പഠിച്ച ഫ്രം എ റെയിൽവേ കാരേജ് എന്ന പോമിൽ നിറച്ച് റൈമിംഗ് വേർഡ്സ് ഉണ്ട്. സോ ദീസ് ആർ കോൾഡ് റൈമിംഗ് വേർഡ്സ്. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൈമിംഗ് വേർഡ്സ് എന്ന് വിളിക്കുന്നത്. ദേ മേക്ക് ദ പോം മോർ മ്യൂസിക്കൽ. എന്താണ്? കേൾക്കുമ്പോൾ, പദ്യം ചൊല്ലി കേൾക്കുമ്പോൾ അതിനൊരു താളവും രാഗവും ഒക്കെ വന്നത് നമുക്ക് ഫീൽ ചെയ്യും, ഇങ്ങനെയുള്ള വരികൾ ഉണ്ടെങ്കിൽ. ഫൈൻഡ് ഔട്ട് പെയർസ് ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. എന്താണ് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത്? പദ്യത്തിലെ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ്. സിമ്പിളാണ്, ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ്. കുറച്ച് എക്സാമ്പിൾസ് മിസ് ഇവിടെ തന്നിട്ടുണ്ട്. പ്ലെയിൻ, റെയിൻ, ഐ, ബൈ, റോഡ്, ലോഡ്, സ്ക്രാമ്പിൾസ്, ബ്രാമ്പിൾസ്, റിവർ, ഫോർ എവർ. സോ ഇതൊക്കെയാണ് മിസ് തന്നിരിക്കുന്നത്. യു ക്യാൻ ഫൈൻഡ് മോർ ഫ്രം ദ പോം. Moving on to the next activity, that is activity 3. In this poem, the poet uses 2 similes. Pick out these similes from the poem. എന്താണ് ഈ കവിതയിൽ, ഈ പദ്യത്തിൽ എന്താണുള്ളത്? സിമിലി ഉണ്ട്. വാട്ട് യു മീൻ ബൈ സിമിലി? എന്താണ് സിമിലി എന്നല്ലേ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് യു മീൻ ബൈ സിമിലി? സിമിലി എന്ന് പറയുന്നത് ഒരു പോയറ്റിക് ഡിവൈസസ് ആണ്. ഡിവൈസ് എന്ന് പറയുമ്പോൾ കവിതയിലുള്ളതാണ്. അതായത് നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോൾ അതിനെ പോലെ എന്ന് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കമ്പയർ ചെയ്യണമെങ്കിൽ 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവണം. രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം. ദാറ്റ് ഇസ് ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ചിട്ടുണ്ടാവണം. ദിസ് വേർഡില്ലേ, ഈ ലൈക്ക് ഓർ ആസ് ഉപയോഗിച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെന്ത് വിളിക്കുന്നത്? നമ്മളതിനെ സിമിലി എന്ന് വിളിക്കുന്നത്. കമ്പയർ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ ലൈക്കും ആസും ഉപയോഗിച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സിമിലി. സോ ഈ പദ്യത്തിൽ നമ്മൾ പഠിച്ച ഫ്രം എ റെയിൽവേ കാരേജ് എന്ന പോമിൽ ഈ സിമിലി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മളോട് അത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. മിസ് ചെയ്തിട്ടുണ്ട്, നോക്കാം. ആൻഡ് ചാർജിങ് അലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ. എന്താണ്? എങ്ങനെയാണ് പോകുന്നത്? സൈന്യത്തിനെ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓൾ ത്രൂ ദ മെഡോസ് ദ ഹോഴ്സസ് ആൻഡ് ദ കാറ്റൽ. പിന്നെന്താണ്? ഓൾ ഓഫ് ദി സൈഡ്സ് ഓഫ് ദ ഹിൽ ആൻഡ് പ്ലെയിൻ ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ. ഇവിടെ ആസ് പറഞ്ഞില്ലേ, അപ്പോൾ ആസും ഉപയോഗിച്ചിട്ടുണ്ട്, ലൈക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. Moving on to the next activity, activity 4 ആണ്. Underline the initial sounds of words repeated in the given lines. അപ്പോൾ ഇനീഷ്യൽ സൗണ്ട്സ് എന്ന് പറയുമ്പോൾ തുടക്കത്തിലുള്ള സൗണ്ട്സ് ഓഫ് വേർഡ്സ് അതും റിപ്പീറ്റ് ചെയ്തെന്ന് അതിനെ അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ലൈൻ നോക്കാം. ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്. അതാണ് ഫസ്റ്റ് ലൈൻ. അപ്പോൾ എന്താണ്? ഫാസ്റ്റർ, ഫെയറീസ്, ഫാസ്റ്റർ. എന്താണ് അവിടെ റിപ്പീറ്റഡ് വന്നിരിക്കുന്നത്? എഫ് വന്നിട്ടുണ്ട് അല്ലേ? ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്. എന്താണ് അവിടെ റിപ്പീറ്റഡ് വന്നിരിക്കുന്നത്? ഹൗസസ്, ഹെഡ്ജസ്. അപ്പോൾ എന്താണ്? എച്ച് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്, നൗ അണ്ടർലൈൻ ദ വവൽ സൗണ്ട്സ് റിപ്പീറ്റഡ് ഇൻ ഈച്ച് ലൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വവൽ സൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ആ വവൽ സൗണ്ട്സ്? എ, ഇ, ഐ, ഒ, യു. അതാണ് നമ്മുടെ വവൽസ്. ബാക്കി 26 എല്ലാ ലെറ്റേഴ്സും, അതായത് എ, ഇ, ഒ ഒഴിച്ചുള്ള എല്ലാ ലെറ്റേഴ്സും എന്താണ്? കോൺസണൻസ് ആണ് നമുക്കറിയാം. അപ്പോൾ എഫും എച്ചും എന്താണ്? കോൺസണൻസ് അല്ലേ? ഇത് ഇനി എന്താണ്? വവൽ സൗണ്ട്സ് അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. വവൽ സൗണ്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ട് നോക്കാം. അപ്പം മിസ് വേറൊരു കളർ എടുക്കാം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കിയേ, എ റിപ്പീറ്റഡ് അല്ലേ? ഇവിടെയും എ റിപ്പീറ്റഡ് ആണ്, ഇവിടെയും എ റിപ്പീറ്റഡ് ആണ്. ഓക്കെ അല്ലേ? വവൽ സൗണ്ട്സ് അവിടെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ വവൽ സൗണ്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് വന്നത് കണ്ടു. ഇവിടെ നോക്കിയേ, ഇ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് മുകളിലും ഉണ്ട് ഇ റിപ്പീറ്റഡ് അല്ലേ? ഇവിടെ ഇ ഉണ്ട്, ഇവിടെ ഇ ഉണ്ട്, ഇവിടെ ഇ ഉണ്ട്, ഇവിടെയും ഇ ഉണ്ട്. സോ വവൽ സൗണ്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇനീഷ്യലില് വവൽ സൗണ്ട്സ് ഉള്ളിലാണ് അല്ലേ? ഇനീഷ്യൽ അല്ല, ഫസ്റ്റ് ലെറ്റർ അല്ലല്ലോ വന്നേക്കുന്ന, അല്ലല്ലോ.
ഫാസ്റ്റർലി എവിടെയാണ് ഈ കിടക്കുന്നത്? പക്ഷേ കോൺസണന്റ് സൗണ്ട്സ് അല്ലെങ്കിൽ ഇനീഷ്യൽ സൗണ്ട്സ് വന്നേക്കുന്നത് ഏതാണ്? എഫും എച്ചും ഇനീഷ്യൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ആക്ടിവിറ്റി നോക്കാം. അലിട്രേഷൻ ആൻഡ് അസണൻസ്. എന്താണ് അലിട്രേഷൻ ആൻഡ് അസണൻസ്? ഇതും പോയറ്റിക് ഡിവൈസ് ആണ്. നമ്മളിപ്പോൾ സിമിലി പഠിച്ചില്ലേ? സിമിലി പഠിച്ച പോലെ പോയറ്റിക് ഡിവൈസസ് ആണ് അലിട്രേഷനും അസണൻസും. എന്താണ് ഇത് വ്യത്യാസം നോക്കാം രണ്ടുപേരും തമ്മിലുള്ള. അലിട്രേഷൻ എന്ന് പറയുമ്പോൾ റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് ഓഫ് വേർഡ്സ് ഇൻ എ ലൈൻ. അതായത് ഇവിടെ നമ്മൾ കണ്ട ഈ എഫും എച്ചും റിപ്പീറ്റേഷൻ ഓഫ് എന്ത് സൗണ്ട്സ് ആണ്? കോൺസണന്റ് സൗണ്ട്സ് ഇൻ എ ലൈൻ. മനസ്സിലായോ? അലിട്രേഷൻ എന്ന് വെച്ചാൽ റിപ്പീറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ്. ഇവിടെ കോൺസണന്റ് ആയിട്ട് റിപ്പീറ്റ് വന്നില്ലേ? കോൺസണന്റ് റിപ്പീറ്റേഷൻ വന്ന ആ ലൈൻസിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെയോ അസണൻസ് ആണ് സെക്കൻഡ് വരുന്നത്. റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ് ഇൻ എ ലൈൻ. വവൽ സൗണ്ട്സിന്റെ റിപ്പീറ്റേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസണൻസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? രണ്ട് പോയറ്റിക് ഡിവൈസ്. സിമിലി പഠിച്ചു, അലിട്രേഷൻ പഠിച്ചു, അസണൻസ് പഠിച്ചു. ഇതൊന്നും മറന്നു പോകാനുള്ളതല്ല, നമുക്കിത് എല്ലാ ക്ലാസ്സിലും വേണ്ട കാര്യമാണ് കേട്ടോ. അലിട്രേഷൻ, അസണൻസ്, സിമിലി ഒക്കെ ഓർത്തിരിക്കണം. വേറെ പോയറ്റിക് ഡിവൈസസ് നമുക്ക് ഓരോ പോം പഠിക്കുമ്പോൾ പഠിക്കാനുണ്ടാവും. ഓക്കെ അല്ലേ? Identify the lines having alliteration. Identify the lines having assonance. What effect do the repeated sounds bring to the poem? ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മിസ് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. എക്സാം പോയിന്റ്സിന്റെ ബുക്ക് റെഫർ ചെയ്തിട്ടാണ് മിസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ആൻസർ. ഐഡന്റിഫൈ ദ ലൈൻസ് ഹാവിംഗ് അലിട്രേഷൻ. അലിട്രേഷൻ ഉള്ള ലൈൻസ് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്. ഇവിടെ എന്ത് സൗണ്ട് ആണ് വരുന്നത്? എഫ് റിപ്പീറ്റഡ് ആണ് വരുന്നത്. ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്. എച്ച് വരുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദ ലൈൻസ് വിച്ച് ഹാവ് അലിട്രേഷൻ. ഇനി നമുക്ക് അസണൻസ് നോക്കാം. ഐഡന്റിഫൈ ദ ലൈൻസ് ഹാവിംഗ് അസണൻസ്. ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ. കാണാമോ? ഐ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ്, ഹിയർ ഇസ് എ ചൈൽഡ് ഹു ക്ലാംബേഴ്സ് ആൻഡ് സ്ക്രാമ്പിൾസ്. അവിടെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്? ഇ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്, എ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓൾ ബൈ ഹിംസെൽഫ് ആൻഡ് ഗാദറിംഗ് ബ്രാമ്പിൾസ്. അവിടെ ഐ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഹിയർ ഇസ് എ ട്രാംപ് ഹു സ്റ്റാൻഡ്സ് ആൻഡ് ഗേസ്. എ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഹിയർ ഇസ് എ മിൽ ആൻഡ് ദർ ഇസ് എ റിവർ. ഐ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് അസണൻസ്. അപ്പോൾ അലിട്രേഷൻ എന്താണെന്ന് മനസ്സിലായി, അസണൻസ് എന്താണെന്ന് മനസ്സിലായി. വാട്ട് എഫക്ട് ഡു ദ റിപ്പീറ്റഡ് സൗണ്ട്സ് ബ്രിങ് ടു ദ പോയം. ഈ റിപ്പീറ്റഡ് സൗണ്ട്സ് പോയം അല്ലേ എന്ത് എഫക്റ്റ് ആണ് കൊണ്ടുവരുന്നതെന്ന്. ദ ലെൻഡ് എ റിതമിക് ക്വാളിറ്റി ടു ദ പോയം. ഞാൻ പറഞ്ഞു, ഒരു രാഗം, ഒരു താളം, അതൊക്കെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഈ അലിട്രേഷൻ, അസണൻസ്. So that is why they are called poetic devices. Moving on to the next activity. Consider the first two lines of the poem. Can you find out any pattern? അപ്പോൾ രണ്ട് വരികൾ, ആദ്യത്തെ രണ്ട് വരികൾ തന്നിട്ടുണ്ട്. എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്. അതിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ ഇല്ലേ? ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ് ഇല്ലേ? ഇവിടെ രണ്ട് വേർഡ്, ഫാസ്റ്റർ, ബ്രിഡ്ജ്, ഹെഡ്ജ്, ഹൗസ്, ഡിച്ച് ഇല്ലേ? അതൊക്കെ എന്താണ്? നമുക്കൊരു റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ റൈമിങ് വരുന്നുണ്ടല്ലോ, ഒരു റിതമിക് ക്വാളിറ്റി വരുന്നുണ്ട് ഓരോ ലൈനിലും. Read the poem aloud, giving stress to the underlined parts. Faster than ferries, faster than witches, bridges and houses, hedges and ditches. അവിടെ ഞാൻ സ്ട്രെസ് കൊടുത്തിട്ടുണ്ട്. The poem follows a stressed and unstressed pattern. This pattern is repeated but not exactly the same in every line. Read the poem again. Does it sound like the beats of a drum? The poem has a rhythm of a moving train. ഒരു ഡ്രമ്മിൻ്റെ ബീറ്റ് പോലെ അല്ലേ? Faster than ferries, faster than witches, bridges and houses, hedges and ditches. അങ്ങനെ ഒരു ഒഴുക്കിലാണ് അത് പോകുന്നത്, ഒരു ഡ്രമ്മിൻ്റെ താളം പോലെ അല്ലേ? കൊട്ടൽ പോലെ. How does this rhythm contribute to the meaning of the poem? എങ്ങനെയാണ് ഈ മീനിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കണം. The rhythm gives a feeling of a moving train. ഒരു മൂവിങ് ട്രെയിനിൻ്റെ ഫോം തന്നെയാണ് നമ്മൾ പഠിച്ചത്. സോ ദാറ്റ് rhythm also gives the feeling of a moving train. List down the rhyming words of each line in the first stanza. Name the words according to the similarity of ending sound. Begin the naming with A. Words with similar ending should be named using the same letter. Ending of word of each line. അപ്പോൾ എന്താണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസ ഇല്ലേ, ഫസ്റ്റ് സ്റ്റാൻസ ഓഫ് ദ പോം
അതാണ് അതിലെ വേർഡ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വിച്ചസ് ഡിച്ചസ് വരുമ്പോൾ നമ്മൾ എ കൊടുത്തിട്ടുണ്ട്, ബാറ്റിലും കാറ്റിലും വരുമ്പോൾ നമ്മൾ ബി കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് നെയിമിംഗ് പാറ്റേൺ ആണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ് നോക്കിയാലോ. Faster than fairies, faster than witches, bridges and houses, hedges and ditches, and charging along like troops in a battle, all through the meadows, through the houses and the cattle. All of the sides of the hill and plain fly as thick as a driving rain, and ever again in the wink of an eye, painted station whistle by. എന്നാണ് നമ്മുടെ പോം. ഇനി എന്താണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇതിൽ എഴുതാം പ്ലെയിൻ, റെയിൻ, ആ ലാസ്റ്റ് വന്നില്ലേ, പിന്നെ എന്താണ് ഐ, ബൈ. ഇനി നോക്കിയേ, പ്ലെയിന് നമ്മൾ എ കൊടുക്കുന്നു, അപ്പോൾ റെയിനിന് നമ്മൾ എ കൊടുക്കുന്നു, ഐക്ക് നമ്മൾ ബൈ ബി കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് എന്താണ്? അബ് അബ് അല്ലേ, ഇതാണ് റൈമിംഗ് സ്കീം വരുന്നത്. ഏതാണ്? എ എ ബി ബി, എ എ ബി ബി, അതാണ് നമ്മുടെ പോമിൻ്റെ റൈമിംഗ് സ്കീം വരുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസ ഉണ്ട്. The rhyming scheme of the stanza is A, B, B. Find out the rhyming scheme for the second stanza of the poem. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻസ നോക്കാം നമുക്ക്. Here is a child who clambers and scrambles all by himself and gathers brambles. അപ്പോൾ സ്ക്രാമ്പിൾസും ബാമ്പിൾസും വന്നു, അതിന് നമുക്ക് എ കൊടുക്കാം. പിന്നെ എന്താണ്? Here is a tramp who stands and gazes. അപ്പോൾ gazes. Here is a green for stringing the daisies വന്നു, അപ്പോൾ നമുക്ക് അതിന് വി കൊടുക്കാം. Here is a cart run away in the road, lumbering along with man and load. അപ്പോൾ എന്താണ്? എ കൊടുത്തു. And here is a mill and there is a river, each a glimpse and gone forever. അപ്പോൾ നമ്മൾ ബി കൊടുത്തു. റൈമിംഗ് സ്കീം എ ബി ബി, എ ബി ബി ആണ്. അബബ് എന്നാണ് റൈമിംഗ് സ്കീം വരുന്നത്. In this poem, the poet uses words to make pictures, just as you might use a camera to take pictures. Words, pictures created by poets are called images. അപ്പോൾ ഈ കവിതയിൽ ഫുള്ള് നമുക്ക് എന്ത് കാണാൻ പറ്റും? പോയിട്ട് കുറേ പിക്ചേഴ്സ് തരുന്നുണ്ട്. എങ്ങനെയാണ്? ഒരു ക്യാമറയിലൂടെ എടുക്കുന്ന പോലെ കുറേ ഇമേജസ് നമുക്ക് തോന്നും. വേർഡ് പിക്ചേഴ്സ് ക്രിയേറ്റഡ് ബൈ പോയറ്റ്സ് അല്ലേ, വേർഡ് പിക്ചേഴ്സ് ആർ ക്രിയേറ്റഡ് കോൾഡ് ഇമേജസ്. നമ്മൾ കവിത വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറേ പടങ്ങളുണ്ട്, അതിനെയാണ് നമ്മൾ ഇമേജസ് എന്ന് വിളിക്കുന്നത്. സച്ച് പിക്ചേഴ്സ് മേ അപ്പീൽ ടു അവർ ഐസ്. ചിലപ്പോൾ കണ്ണുകൾക്ക് തോന്നുന്നതായിരിക്കും, അതൊരു വിഷ്വൽ ഇമേജ് ആയിരിക്കും. ചിലപ്പോൾ ഓഡിറ്ററി ആയിരിക്കും. ലൈക്ക് വിസിൽ അടിക്കണോ എന്നൊരു വരി കേൾക്കുമ്പോൾ നമ്മൾ വിസിലിൻ്റെ സൗണ്ടാണ് ഫീൽ ചെയ്യുന്നത്. ടച്ച് ആയിരിക്കും, അത് ടാക്ടൈൽ. സ്മെല്ലാണെങ്കിൽ ഓൾഫാക്ടറി, ആൻഡ് ടേസ്റ്റ് ആണെങ്കിൽ ഗസ്റ്റേറ്ററി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തരുന്ന ഇമേജസ്. ഒരു പോയം വായിക്കുമ്പോൾ നമുക്ക് പോയിട്ട് തരുന്ന ഇമേജസ് ആണ് പറയുന്നത്. ക്യാൻ യു പിക്ക് ഔട്ട് ദ ഇമേജസ് ഫ്രം ദ പോം? കംപ്ലീറ്റ് ദ ഫോളോയിങ് വേർഡ് വെബ് ബൈ സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ഇമേജ് ഫ്രം ദ പോയം. ഇവിടെ ഒരു വേർഡ് വെബ് തന്നിട്ടുണ്ട്, അത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇമേജസ് എന്താണ്? ട്രാമ്പ് ഹൂ സ്റ്റാൻഡ്സ് ആൻഡ് ഗേസസ് പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവിംഗ് റെയിനും ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ്. ഇനി 4 സ്പേസ് ഉണ്ട് അല്ലേ, അത് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ഫില്ല് ചെയ്യാൻ പോണത്? നമുക്ക് തന്നിട്ടുള്ള ഇമേജാണ്. അപ്പം കുറേ ഇമേജസ് ഉണ്ട്. സപ്പോസ് ഒരു എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ എന്താണ്? പെയിൻറ്റഡ് സ്റ്റേഷൻസ് അല്ലേ, പെയിൻറ്റഡ് സ്റ്റേഷൻസ് ഒരു ഇമേജാണ്. പെയിൻറ്റഡ് സ്റ്റേഷൻസ് വിസ്ലിംഗ് അതൊരു ഇമേജ് അല്ലേ, നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഇമേജാണ്. പിന്നെന്താണ്? ഹിൽസ് ആൻഡ് പ്ലെയിൻസ്, ഹിൽസ് ആൻഡ് പ്ലെയിൻസ് ഒരു ഇമേജാണ്. പിന്നെയോ മില്ല്, മില്ല് റിവറും ലാസ്റ്റ് ലൈനില്ലേ, മിൽ റിവർ. പിന്നെ ഒരു കാർട്ട് റണ്ണിങ്, ഒരു കാർട്ട് റണ്ണിങ്. ഇനി എന്താന്ന് നോക്കിയേ, മിൽ ആൻഡ് റിവർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണത് കേൾക്കുന്നത്? മിൽ ആൻഡ് റിവർ നമ്മൾ വിഷ്വൽ ആണ് ഇല്ലേ, ദിസ് ഗീവ്സ് എസ് വിഷ്വൽ ഇമേജ് ആണ്. ഇത് നമുക്കൊരു വിഷ്വൽ ഇമേജ് ആണ് തരുന്നത്. പെയിൻറ്റഡ് സ്റ്റേഷൻ വിസ്ലിംഗ് എന്ന് പറയുമ്പോൾ അതൊരു ഓഡിറ്ററി ആണ് തരുന്നത് അല്ലേ, ഓഡിറ്ററി ആണ് തരുന്നത്. ഹിൽസ് ആൻഡ് പ്ലെയിൻസ് എന്ന് പറയുമ്പോഴും വിഷ്വൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാർട്ട് റണ്ണിങ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരു ഓഡിറ്ററി ഇമേജ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതൊക്കെയാണ്. സോ ദ പോയറ്റ് ഈസ് ഗിവിങ് സംതിങ് ടു അസ്, ലൈക്ക് ഗിവിങ് അസ് ഇമേജസ് through his writings, so that the images that poet gives have so many effects on our senses അല്ലേ. നമ്മുടെ സെൻസസിൽ കുറേ എഫക്ട്സ് ഉണ്ടാക്കും. സെൻസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഇത് വിഷ്വൽ ഉണ്ട്, ഓഡിറ്ററി ഉണ്ട്, വിഷ്വൽ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾക്ക് വേർഡ് വെബ് ഫിൽ ചെയ്യാനുള്ളത്. You have enjoyed the locomotive rhythm of the poem, haven't you?
റിതമൊക്കെ എൻജോയ് ചെയ്തില്ലേ? റിസൈറ്റ് ദ പോയം individually and in groups. List out the pictures that come to your mind when you read the poem. Can you present the pictures in the form of stills in the class? Attempt to choreograph the poem in your class. അപ്പോൾ നിങ്ങളോട് ഇതിനൊരു മ്യൂസിക് ഒക്കെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ യു ക്യാൻ ഡു ഇറ്റ് യുവർ ഓൺ. അപ്പോൾ നമ്മൾ നമ്മുടെ ചാപ്റ്ററും ആക്ടിവിറ്റീസും ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. സോ മിസ് ഇതൊക്കെ റെഫർ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റ് ബുക്സിൽ നിന്നാണ്. സോ അഡീഷണൽ ക്വസ്റ്റൻ ആൻസേഴ്സ് ഒക്കെ റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എക്സാം പോയിന്റ് ബുക്സ് ഒക്കെ വാങ്ങിച്ച് നോക്കിയാൽ മതി. We have completed the entire poem ഫ്രം എ റെയിൽവേ കാരേജ്. ആ ട്രെയിനിൽ കൂടെ ഉണ്ടായ ഫീലൊക്കെ നിങ്ങൾക്കും കിട്ടിയോ? കിട്ടിയില്ലേ? കിട്ടി അല്ലേ? ആ ട്രെയിൻ ഫെറൈസിനെയൊക്കെ ഫാസ്റ്റാണ്, വിച്ചസിനെയൊക്കെ ഫാസ്റ്റാണ്. അതെന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അവസാനത്തെ ആ കാഴ്ച മിൽ ആൻഡ് റിവർ വരെ എത്തി. ആ കാട്ട് കണ്ടു, നമ്മൾ കുട്ടി കണ്ടു, ബെഗറിനെ കണ്ടു. എന്തൊക്കെ കാഴ്ചകളാണല്ലേ നമ്മൾ ട്രെയിനിൽ കാണുന്നത്. അതും ഒരു ഗ്ലിംസിൽ, ഒരു ഞൊടിയിടയിൽ മാറുന്ന കുറേ കാഴ്ചകളെ കണ്ട് അതിമനോഹരമായ ഒരു ട്രെയിൻ യാത്ര പോയതുപോലെ തന്നെ ഫീൽ ചെയ്തില്ലേ? നിങ്ങൾക്കും ഫീൽ ചെയ്തില്ലേ? എന്തായാലും മിസ്സിന് ഫീൽ ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. സോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ചാപ്റ്റർ. സോ വി ആർ മൂവിങ് ഓൺ. അപ്പോൾ അടുത്ത ചാപ്റ്റർ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ ചിൽഡ്രൻ. താങ്ക് യു.